നമ്മുടെ രാജ്യദ്രോഹി അഖിൽ അണ്ണൻ പുതിയൊരു കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടപ്പോൾ ഒരു സ്വല്പം ഒരു പൊട്ട് അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും വിചാരിക്കേണ്ട. അഖിൽ അണ്ണൻ ഞാനും പണ്ടേ ഗുസ്തിയാണ്. കാരണം ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധത പറഞ്ഞവനും സ്ത്രീവിരുദ്ധത പ്രവർത്തിച്ചവനുമാണ് അഖിൽ. ഞാനൊരു പെറ്റീഷൻ കൊണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് കാംപ്രമൈസാക്കി പുള്ളി അവിടെ പോയി എന്തെങ്കിലും കോപ്പ ചീപ്പൊക്കെ പറഞ്ഞ് അതങ്ങ് ഒതുക്കി എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഏതായാലും എൻ്റെ വക ഒരു പരാതി ഇവനെതിരെ ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയധികം സ്ത്രീ വിരുദ്ധതയാണ് അതിനകത്ത് കിടന്നവൻ കാണിച്ചത്. തുണിപൊക്കിമാരായിരുന്നാണ് ഇവന് ശരിയായ പേര് തന്നെ. എനിവേ ഇനിയിപ്പോൾ കുറച്ച് ഡീസൻ്റ് ആയ സ്ഥിതിക്ക്, രാജ്യദ്രോഹിയായ സ്ഥിതിക്ക് ഇനിയിപ്പം മറ്റത് പറയണ്ടല്ലോ. എനിവേ നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ തൻ്റെ മകളുടെ സ്ഥാപനത്തിൽ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ജാതിയുമായി അധിക്ഷേപിച്ചു. ആണോ? ഈ വിഷയത്തിൽ ഏറ്റവും ആവേശം കാണിച്ചത് മീഡിയ ഫണ്ട്. അതിനോട് മീഡിയ ഉണ്ടെന്ന് മര്യാദയ്ക്ക് പറയാൻ നിനക്ക് പേടിയാവുമോ? ആയതുകൊണ്ട് തന്നെ സത്യം കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പമാണെന്ന് ഉറപ്പായിരുന്നു. മീഡിയ കൊണ്ട് അങ്ങനെ ഒരു വാർത്ത കൊടുത്തത് കൊണ്ട് തന്നെ സത്യം ഇവരുടെ പേർക്കാണെന്ന് ഉറപ്പായിരുന്നു എന്ന്. അതിലേക്ക് ഞാൻ വരാം. ആ ടാക്സ് വെട്ടിപ്പിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് നീ എഴുതിയ മുഴുക്കനും ഒന്ന് വായിച്ചിട്ടല്ലേ മറുപടി എടുക്കേണ്ടത്. ഈ വിഷയത്തോടെ കൃഷ്ണകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും നന്മയാണ് പുറത്തേക്ക് വന്നത്. നല്ല നന്മയുള്ള കുടുംബമാണ്. നന്മ എങ്ങനെ തുള്ളി തുളുമ്പുകയാണ്. നീ നന്മ എന്താണെന്നും കൂടെ എഴുതുന്നുണ്ട്. ഇത് ദിയ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൃഷ്ണകുമാർ അറിഞ്ഞുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല. അത് കൃഷ്ണകുമാർ പറഞ്ഞു തന്ന സാധനമാണോ എന്ന് അറിയത്തില്ല. ഇതിനകത്തുണ്ട് അവരുടെ ഉള്ളിൽ ആ നന്മയുടെ ഡെപ്ത്. നന്മ നമുക്ക് വായിക്കാം. അതായത് തൊഴിലില്ലാതെ ധാരാളം സ്ത്രീകൾ, തൊഴിലില്ലാതെ വലയുന്ന നിരവധി സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ സ്വന്തം സ്ഥാപനം, ബാക്കിയുള്ളവരൊക്കെ വേറെ ആരുടെ സ്ഥാപനത്തിലാണ് ജോലി കൊടുക്കുന്നത്. ഇവൻ സ്വന്തം സ്ഥാപനത്തിൽ 15,000 രൂപ ശമ്പളം കൊടുത്ത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള 3 കുട്ടികൾക്ക് തൊഴിൽ നൽകി അവരെ കൂടെ നിർത്തിയത് ഏത് സവർണ മനോഭാവം ഉള്ളവർ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ജാതി ഉണ്ട് എന്നാണ് അവൻ ചുരുക്കം പറഞ്ഞത്. സവർണ മനോഭാവമുള്ളവർ ദളിത് വംശത്തിൽ പിറന്നവരെ അടുപ്പിക്കത്തില്ല എന്നാ പറയണത്. എടാ, എന്തോ അങ്ങ് വിളിച്ച് പറഞ്ഞാൽ വായ്ത്താളം അടിച്ച ആളുകൾ ഇത് കേട്ടോണ്ട് നിൽക്കുമെന്ന് എൻ്റെ തോന്നലുണ്ടല്ലോ. നീ മടക്കി കയറ്റി എവിടെയെങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത്. ഒന്നാമത്തെ കാര്യം, അവർ 3 മുക്കുവ സ്ത്രീകളെന്നാണ് അവർ തന്നെ പറയുന്നത്. മുക്കുവര് എവിടെയും ഈ ഷെഡ്യൂൾ കാസ്റ്റ് അല്ല, OBC കാറ്റഗറിയാണ്. OBC ആയവരെ മുക്കുവര് എന്ന് വിളിച്ച് പറഞ്ഞാൽ അതിന് കേസൊന്നും വരത്തില്ല. അത് ആ പിള്ളേർക്ക് ഏതാ വക്കീലന്മാർ പൊട്ടത്തരം പറഞ്ഞു കൊടുത്തതാണ്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി ജാതീയ പക്ഷഭേദങ്ങൾ സംസാരിക്കുന്ന ഒരു കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെത്. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ പറഞ്ഞാൽ എല്ലാവരും കൂടെ എടുത്തു വെച്ചാൽ ഉടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ചെയ്ത ഒരു മണ്ടത്തരം മാത്രമാണത്. ആ മണ്ടത്തരം 8 നിലയിൽ പൊളിഞ്ഞു. അവിടെ ജാതി കാർഡ് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ അവർ കട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പൂർണ്ണമായി അവർ കട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ കക്കൽ രാജ്യദ്രോഹപരമായ ഒരു തെറ്റ് കൃഷ്ണകുമാറിൻ്റെ മോളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നീ പറയുന്ന ഈ ഒരു സംഗതി ഭയങ്കര ബോറായിട്ടുണ്ട്. ഇതിനകത്ത് നീ തന്നെ പറയുന്നത് ഇപ്പം ഈ ഒരു വാക്ക് തന്നെ എടുത്തു വെച്ചാൽ ഇതിനകത്ത് തന്നെയുണ്ട് നിന്റെ ഉള്ളിലുള്ള ജാതി. മോഷണവും തട്ടിപ്പും, ശുദ്ധ തെമ്മാടിത്തരം. മോഷണവും തട്ടിപ്പും കാണിച്ച ശേഷം ജാതി കാർഡ് ഇറക്കുന്ന ഇതുപോലത്തെ ഊളകളാണ് യഥാർത്ഥത്തിൽ ജാതി വിവേചനം നേരിടുന്നവർക്ക് പോലും ശാപം. അപ്പം ഇവിടെ ജാതി വിവേചനം ഉണ്ടെന്നാണ് സാറ് പറയണത്. പൂച്ച സാറ്. തീവ്രവാദ പ്രവർത്തനം പോലും ന്യായീകരിക്കുന്ന മീഡിയ ഫണ്ട് ഈ വിഷയത്തിലും മനുഷ്യനെ തമ്മിലടുപ്പിക്കാൻ വേണ്ടത് പരമാവധി ചെയ്തിട്ടുണ്ട്. എന്ത് വാർത്തയും കേട്ട പാതി വിശ്വസിച്ച് അഭിപ്രായം പറയുന്ന നടക്കുന്ന കുറച്ചെങ്കിലും കഴുതകളാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത്. സത്യം അറിയും മുമ്പ് അവർ കൃഷ്ണകുമാറിനെ കഴിവേറ്റി തുടങ്ങി. ആണോ? നീ എനിക്ക് മലൻ TV പോയി പറഞ്ഞുകൂടായിരുന്നു. മലൻ TV ആകുമ്പോൾ നിങ്ങൾക്ക് ഫേവറുള്ള സാധനങ്ങൾ ഇടും. മലൻ TV നല്ലതല്ലേ? മീഡിയ കൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ എവിടെയും നോവുന്നുണ്ടാവും. മലൻ TV പോയിരുന്ന് പറയണ വായ്ത്തകൾ അടിക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ നുണപ്രചരണം നടത്തുന്ന News 18 മലൻ TV ആണ്. കാരണം അവർ സംഘിപക്ഷപാതികളാണ്. സംഘിസം പറയണമെങ്കിൽ നുണയേ പറ്റുള്ളൂ. നീ ഏകദേശം അതൊക്കെ തന്നെയാണ്. എന്ത് തെറ്റും മറയ്ക്കാനുള്ള മറയായി ജാതിയെ ഉപയോഗിച്ചാൽ ദളിതർ എന്നും താഴ്ന്നവനായി തുടരും. തെറ്റാരുടെ ഭാഗത്താണോ അവരെ തള്ളി പറഞ്ഞ് ഈ സമൂഹത്തിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ശരി തെറ്റുകളെ ജാതി നോക്കി അളക്കാതെ സത്യം നോക്കി വിലയിരുത്താൻ പഠിക്കുമ്പോൾ വായിക്കൊള്ളാത്ത വർത്താനൊക്കെ പറഞ്ഞ് തള്ളുക. വിനായകൻ അഭിമാനിക്കപ്പെട്ടത് കഴിവ് കൊണ്ടാണ്. അയാളെ ജനം തള്ളി പറഞ്ഞത് കയ്യിലിരിപ്പ് കൊണ്ടാണ്. ജനം തള്ളി പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിരിപ്പ് കൊണ്ട് തന്നെ. കാരണം കഞ്ചാവ് അടിച്ചിട്ട് കാണിക്കുന്ന പോക്കൃത്തരത്തിനാണ് അങ്ങേർക്കിട്ട് കിട്ടുന്നത്. പക്ഷേ ജാതിയെ വേർതിരിവ് അങ്ങേരെ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് നീ ഒരുമാതിരി ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ്. അയാൾ നല്ലപോലെ അനുഭവിച്ച ഒരു കാര്യമാണ് ജാതിയെ വേർതിരിവ്. അത് തുറന്ന് തന്നെ വിനായകൻ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ കഞ്ചാവ് അടിച്ചുകൊണ്ടുള്ള അയാളെ കസർത്ത് അത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഞാൻ നിന്റെ കൂടെ അനുകൂലിക്കുന്നു. വേടൻ അംഗീകരിക്കപ്പെട്ടത് കഴിവ് കൊണ്ടാണ്. സമൂഹം തള്ളിപ്പറഞ്ഞത് റേപ്പ് കേസിലും കഞ്ചാവ് കേസിലും പെട്ടപ്പോഴാണ്. റേപ്പ് കേസാ? നിനക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിന് കേസുണ്ട്. നീ സ്ത്രീവിരുദ്ധനാണ്. അവൻ എവിടെയാടാ റേപ്പ് കേസ്? FB പോസ്റ്റിൽ ആരെങ്കിലും കൊണ്ടുവന്ന് പോസ്റ്റിട്ട? ഉഭയകക്ഷി സമ്മതപ്രകാരം സെക്സ് ചെയ്തിട്ട് അവനാണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ നിന്റെ പേർക്കപ്പം എമ്മാതിരി റേപ്പ് കേസുകൾ വരണം. നീ ആരാ വില്ലൻ? നീ ഒരു പെണ്ണിനെ പിന്തുടർന്ന് ആക്രമിക്കുന്ന നമ്മൾ കണ്ടതാണ്. ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷെ വേടനെ റേപ്പ് കേസുണ്ടെന്ന് പറഞ്ഞാൽ ആ മഹാമനസ്കതയുണ്ടല്ലോ, അയ്യോ ഭയങ്കരം. എവിടെയാ ഈ കേസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പിന്നെ കഞ്ചാവ്, നിന്നെ പോലെ കേസ് വന്ന ഉടനെ പെണ്ണുമ്പിളിയുടെ അടിപ്പാവടയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയല്ലോ വേടൻ ചെയ്തത്. വേടൻ ധൈര്യസമേതം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാനല്ലേ പറഞ്ഞത്. അവിടുന്ന് ജാമ്യമല്ലേ എടുത്തത്. എടുത്ത ഉടനെ കിട്ടിയ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ പൊതുസമൂഹത്തിനോട്, പ്രത്യേകിച്ച് അവൻ ഇൻഫ്ലുവൻസ് ചെയ്ത അവനെ നോക്കി നിൽക്കുന്ന പുതിയ കുട്ടികളെടുത്ത് അവൻ തുറന്നു പറഞ്ഞൊരു കാര്യം, വേടനെ ഇക്കാര്യത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യരുത്. അതാണ് ഇൻഫ്ലുവൻസർ. അവൻ കൃത്യമായ ഒരു ഇൻഫ്ലുവൻസറാണ്. അവൻ കറക്റ്റായിട്ട് അത് പറയുകയും ചെയ്തു. നീയോ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നീ പറഞ്ഞോ? പകരം നീ എന്താ പറയുന്നത്? ഇത് വാർത്ത പറഞ്ഞവർക്കൊക്കെയാണ് നീ ഇട്ടടിക്കുന്നത്. അപ്പം നീ പറഞ്ഞില്ലേ? നീ രാജ്യവിരുദ്ധനായ രാജ്യദ്രോഹപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കൊണ്ടാണ് നിനക്കെതിരെ കേസ് വന്നത്. നിനക്കിപ്പോഴും പിണറായി ആവുഴപ്പം. പിണറായി എന്നെ പിടിച്ച് കടിച്ചാ? ഇങ്ങനെ ആയതുകൊണ്ട് നിന്നെ ഓടിച്ചിട്ട് പിടിക്കാതെ ജാമ്യം എടുക്കാനുള്ള ഇത് ഒപ്പിച്ചു തന്നു. നിന്നെയൊക്കെ പിടിച്ച് അതിനകത്തിട്ട് ഇനി ഇറക്കാനേ പാടില്ല. ഇത് മദിനി ചെയ്താൽ ഉടനെ മദിനി ചെയ്ത ഒരു കേസാണ്. മദിനി ഇത്രയും വൃത്തിയോട് പറഞ്ഞില്ലല്ലോടാ. നീയല്ലേ ഏറ്റവും രാജ്യദ്രോഹപരമായ ഒരു കാര്യം പറഞ്ഞത്. അതൊരു പ്രത്യേകതയാണ്. സംഘികൾ ഭയങ്കര രാജ്യസ്നേഹം ഇങ്ങനെ തള്ളും, പക്ഷെ ഉള്ളിൽ നിന്ന് ആ രാജ്യദ്രോഹം പുറത്തേക്ക് വരും ചില സമയങ്ങളിൽ എന്നുള്ളത് വസ്തുതയാണ്. ഏതായാലും കൊള്ളാം കേട്ടോ. FB പോസ്റ്റ് കിടും. ഒന്നും കൂടെ എടുത്തു വെച്ച് വായിച്ചിട്ട് വേണം പോസ്റ്റാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ബാക്കി കൂടെ വായിക്കാം. ഇതിലൊന്നും ജാതിയല്ല, കയ്യിലിരിപ്പാണ്. എതിർപ്പിന് കാരണമായിരുന്നു. കുറഞ്ഞ പക്ഷം എൻ്റെ നെഞ്ചത്ത് കയറി എന്നെ ജീവപര്യന്ത ശിക്ഷ കിട്ടാവുന്ന ഒരു കേസിൽ പ്രതിയാക്കി എൻ്റെ തകർച്ച സ്വപ്നം കണ്ട് നടക്കുന്നവർക്കൊന്നും എൻ്റെ ജാതിയല്ല, എൻ്റെ വാക്കുകളായിരുന്നു പ്രശ്നം. ആണോ? വായ്ത്താളടിക്കുന്നു എൻ്റെ വാക്ക് പ്രശ്നം? അത് ഏത് മരപ്പൊട്ടന്? ഒരിക്കൽ മീഡിയ ഫണ്ട് എന്നെ വിശേഷിപ്പിച്ച് സവർണ മാരാർ, ജാതിയുടെ പ്രിവിലേജ് ലഭിക്കാൻ പേരിനൊപ്പം അഖിൽ ചേർത്ത മാരാർ വാൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? ആ പ്രിവിലേജ് എനിക്ക് കിട്ടിയത് രാജ്യദ്രോഹി പട്ടമായിട്ടാണ്. ആണോ? രാജ്യദ്രോഹി പട്ടമായിട്ട് നിനക്ക് കിട്ടിയിട്ടുള്ളത് നിന്റെ കയ്യിരിപ്പ് കൊണ്ടാണ്. നീ നേരത്തെ അവർക്കൊക്കെ ചാർത്തി കൊടുത്ത ആ കയ്യിരിപ്പ് നിന്റെ കയ്യിലും ഉണ്ട്. അതുകൊണ്ടാണ് നിനക്കത് കിട്ടിയത്. ഇനി ഒരു ചോദ്യം, നിനക്ക് അത്രത്തോളം ജാതീയപരമായിട്ട് യാതൊരു ഉന്നതിയും തോന്നുന്നില്ലെങ്കിൽ നീ ആ മാരാര് വാലുകളെടാ, നിനക്കുള്ളതൊന്നുമില്ല, നീ കൂട്ടിച്ചേർത്തതല്ലേ. എന്തിനാടാ അത് കൂട്ടിച്ചേർത്തേ? അതിനകത്ത് കിട്ടുന്ന ഒരു പ്രിവിലേജ്, അതിനകത്ത് കിട്ടുന്ന ഒരു പ്രസ്റ്റീജ് ചുമ്മാ അഖിലിന് കിട്ടാറില്ല അല്ലേ? അപ്പോൾ നിനക്ക് ജാതി വാല് വേണം. അപ്പം നിൻ്റെ ഉള്ളിൽ ജാതി ഉണ്ട് എന്നുള്ളത് അല്ലോ. അറിയാത്തോണ്ടൊരു സംശയിച്ചിരിക്കണം. വേടനാണല്ലോ നിങ്ങളുടെ ശത്രു. ഈ വേടൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് നൊന്തത് എന്തുവാ? ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണെങ്കിൽ ഒരു മലരുമില്ല. ഈ തമ്പുരാനല്ലേ അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, മോശം പറഞ്ഞിട്ടുള്ളൂ. നിനക്കൊക്കെ നോവണമെങ്കിൽ നീയൊക്കെ തമ്പുരാൻ ലെവലിൽ ആലോചിച്ചത് കൊണ്ടല്ലേ. വേറെ ആർക്കും അതിനകത്ത് വിഷമം തോന്നുന്നില്ലല്ലോ. ഞാൻ പാണനല്ല, പുറയനല്ല, പലയനല്ല, തമ്പുരാനുമല്ല എന്ന് പറയുമ്പം നിനക്കൊക്കെ എന്ത് ഇത്ര നോവുന്ന എന്ത്? അപ്പോൾ ഉള്ളിൽ ജാതി ഉള്ളത് കൊണ്ടല്ലേ. ജാതി ഉണ്ട്, ജാതീയ വേർതിരിവുണ്ട്, വിഭാഗീയത ഉണ്ട്, അത് സത്യമാണ്. അത് കൃഷ്ണകുമാരനും കുടുംബത്തിനും തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം ആ പെണ്ണുങ്ങൾ എടുത്തിട്ടത്. കള്ളികൾ രക്ഷപ്പെടാൻ വേണ്ടി ആ സാധനം എടുത്തിട്ടെങ്കിൽ അതിന് തക്കതായ സംഗതി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് തന്നെയല്ലേ. ചുമ്മാ പറയാൻ ഒക്കത്തില്ല. മുക്കൂത്തി എന്നൊക്കെ പറഞ്ഞവരെ കളിയാക്കുന്നുണ്ട്. പക്ഷെ അതിന് കേസെടുക്കാനൊന്നും വകുപ്പില്ല. ജാതീയ അധിക്ഷേപം എന്ന് പറയുന്നത് SC/ST കാറ്റഗറിയിലുള്ളവരെ പറഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പറ്റും. വേറെ കാറ്റഗറിയെ പറഞ്ഞാൽ അത് കേസൊന്നും എടുക്കാൻ ഒക്കത്തില്ല. പിന്നെ അവർ കൊണ്ടു കൊടുത്തൊരു കേസ് എടുത്തിട്ടുണ്ട്, അത് സ്ട്രോങ്ങുമാണ്. അതെന്തുകൊണ്ട് സ്ട്രോങ് ആണെന്ന് അറിയാമോ? ഇവിടെ നിയമമുണ്ട്. അളമുട്ടമ്മൻ ചേര കടിക്കൂ എന്ന് പറയുന്ന കണക്കല്ലാതെ ഒരു കാര്യവുമില്ലാതെ ആ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി ബലമായി 15 ലക്ഷം രൂപയുടെ ചെക്ക് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങുമ്പോൾ ഒരല്പം മനസാക്ഷി ദിയ കാണിക്കണം. കാരണം ഈ പെൺകുട്ടികളുടെ പേർക്ക് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ഗതികളിലേക്ക് ദിയ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, അവർ തട്ടിച്ച പൈസ അവർ കൃത്യമായി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് 8 ലക്ഷം എന്തേ ഉള്ളൂ. നല്ല പോലെ പകുത്തെടുത്ത് 8 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഈ 15 ലക്ഷം രൂപയുടെ ചെക്ക് വാങ്ങിച്ചത് സേഫ്റ്റി കൺസേൺ ആണ്. എന്തിനാണെന്ന് അറിയാമോ?
69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ഇവർ പറയുമ്പോൾ ആ പണം ഇവരുടെ പേർക്ക് വന്നതിൻ്റെ രേഖ വയ്ക്കാൻ പറയുന്നുണ്ട്. ഇവർക്ക് അതിൻ്റെ രേഖ വെക്കേണ്ടി വരും, കാരണം ഇവരുടെ പേർക്ക് അങ്ങനെ പൈസ വന്നിട്ടുണ്ട്. ആ പൈസ മുഴുവനും ഈ പെൺകുട്ടികൾ എടുത്തിട്ടുമില്ല. പക്ഷേ ഒരു കള്ളം ചെയ്തതുകൊണ്ട് മുഴുക്ക കള്ളികളായി നിൽക്കേണ്ട ഒരു ഗതികളിലാണ് അവൾമാരുള്ളത്. ന്യായീകരണമല്ല, അവൾമാരത് അർഹിക്കുന്നു തന്നെയാണ്. എന്നാലും ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഈ നടത്തിയ പേക്കൂത്ത് അത് ചുമ്മാ പ്ലണ്ടർ അടിക്കരുത്. ട്രസ്റ്റ് നടത്തുന്നുണ്ട്, ട്രസ്റ്റിലേക്ക് അയച്ചിട്ടില്ല. ഇത്രയും സഹോദരിമാരുടെ എല്ലാവരുടെയും പേർക്ക് മുഴുത്ത പൈസ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ നല്ല ഫസ്റ്റ് ക്ലാസ് ടാക്സ് വെട്ടിപ്പാണ് നടത്തിയത്. പ്രഗ്നൻ്റ് ആയി ഇപ്പോൾ 5 മാസമേ ആയിട്ടുള്ളൂ. 5 മാസമായിട്ട് അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. 5 മാസം കൊണ്ട് 69 ലക്ഷം രൂപ റവന്യൂ വരുന്നുണ്ടെങ്കിൽ ആ റവന്യൂ എന്തുകൊണ്ട് അവളുടെ ബാങ്കിലേക്ക് വരുത്തിയില്ല? എന്തുകൊണ്ട് ആ കുട്ടികളുടെ ബാങ്കിൽ വന്നു? ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് മാഷേ. അതിനെപ്പറ്റി ഒരു ഉത്തരം കണ്ടെത്ത്. നീ എന്തിനും ഏതിനുമൊക്കെ കറക്റ്റായിട്ട് ബദൽ പറയുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ട് എടുത്തു വെച്ച് ആ മുഖം നോക്കാതെ നിഷ്പസ്സനായി നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നിഷ്പസ്സ തക്കാളിയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള തക്കാളി അതിനെപ്പറ്റി ഒന്നെടുത്ത് വെച്ച് പറഞ്ഞുകൂടെ? നിനക്ക് നിഷ്പസ്സതയില്ലടാ. നീ പിണറായി വിജയനെ മുഖം നോക്കാതെ പറയും, നീ പിന്നെ സെൻട്രൽ മിനിസ്റ്ററെയും പറയും. മോദിയെപ്പോലും നീ വിമർശിച്ചില്ലേ? മോദിയാണ് പാകിസ്ഥാന് വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് എന്തിനാ വാളെടുത്തെന്നൊക്കെയല്ലേ നീ എഴുന്നള്ളിച്ചത്. അതിൻ്റെ പേരിലല്ലേ നീ അവിടെ പോയി ജാമ്യം എടുക്കേണ്ടി വന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന നിനക്ക് കൃഷ്ണകുമാറും മോളും കൂടെ തട്ടിക്കുന്ന ഈ ടാക്സ് വെട്ടിപ്പിനെ പറ്റി എന്താണ് അതിൻ്റെ അണ്ണാക്കി പിരിവെട്ടിയ? അതിനെ കൊണ്ട് ഒക്കുന്നില്ലേ? നിങ്ങളുടെ ഉള്ളിൽ ജാതി ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ജാതിയെ വേർതിരിവ് പറയുമ്പോൾ ദിയ പോലും ഇരുന്ന് പറയണത് എൻ്റെ അമ്മച്ചി ഈഴവ, എൻ്റെ അച്ഛൻ നായർ, എൻ്റെ കെട്ടിയവൻ ബ്രാഹ്മണൻ. ഓ, ബ്രാഹ്മണാകുന്നവനാണ് അല്ലേ? ഓഹ്, എന്തൊരു ക്രെഡിറ്റ്. മനുഷ്യനാണെന്ന് പറയാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല, നിന്നെ കൊണ്ടും പറ്റുന്നില്ല. മാരാര്. ഇനി നിങ്ങൾ ഹിന്ദു മതമൊന്നും പറഞ്ഞിട്ട് വരരുത്. കോമഡി പീസുകളായിട്ടിരിക്കുകയാണ്, കോമഡി പീസുകൾ. കൃത്യമായി പറയുക എന്താണ് എന്ന്. ഭരണഘടനാ വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നിങ്ങൾ നടത്തുന്നത് മുഴുവൻ. അത് കൃത്യമായി അറിയാനിട്ടോ അതിനെതിരെ പണി തരാൻ അറിയാനിട്ടോ അല്ല. എന്തിരി വെറുതെ എന്ന് വെച്ചിട്ടങ്ങ് ഇഗ്നോർ ചെയ്യുന്നതാണ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം നീ വലിയ പുള്ളിയൊന്നുമല്ല. ഈ രാജ്യത്തെ നിയമം അനുസരിച്ച്, നിയമവ്യവസ്ഥിതി അനുസരിച്ച് എത്തിക്സോടുകൂടി വാർത്ത ചെയ്യുകയാണ് മീഡിയ ഓൺ ചെയ്യുന്നത്. അതിനെ കയറി ഞോണ്ടപ്പം നിനക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതിപ്പോഴത്തെ ട്രെൻഡാണ്. ഇസ്ലാമീയരെ ഞോണ്ടുക, അതിൽ കൂടെ ഇത്തിരി സമ്പാദിക്കുക, എളുപ്പ വഴിയല്ലേ. ഇസ്ലാമീയരെ ഞോണ്ടുന്നവർക്ക് അങ്ങനെ കിട്ടും വ്യൂവും സപ്പോർട്ടും, അതുപോലെ തന്നെ അത്യാവശ്യ സ്ഥാനമാനങ്ങൾ. എതിർക്കുന്നവർ, ഇസ്ലാമിയർക്കെതിരെ ഇതുപോലെ വൃത്തികേടുകൾ പറയുന്നവരെ പൊക്കി പിടിക്കുന്നവർ തന്നെ അവർ അനുകൂലിക്കുന്നവരെടുത്ത് താറടിക്കുന്ന രീതിയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻസിൽ പറഞ്ഞാൽ മതി. എനിക്ക് അതിനകത്തൊന്നും അഭിപ്രായമില്ല. ഇവൻ നല്ല നമ്പർ 1 സംഘിയാണ്. ഇവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘികൾ ഇവൻ്റെ കൂടെ നിൽക്കുമെന്ന് ഇവൻ വിചാരിച്ചു. ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടിക്കുമ്പോഴത്തേക്ക് സംഘികളെയും കൂടെ അവ എതിർക്കുന്നതാണ് കാക്കി. അടുത്ത പ്രാവശ്യം അവന് കിട്ടുന്ന ഇലക്ഷൻ സീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവനങ്ങ് എന്തോന്നായി എത്തിക്കാൻ അവൻ സ്വപ്നം കണ്ടതാണ്. പൊളിഞ്ഞ് പാളീസായി അണ്ണാക്കി പിരിവെട്ടി കയറി ഇരിക്കുമ്പം ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇനി കൃഷ്ണകുമാറിനെ സോപ്പിട്ടിട്ട് നീ അതിനകത്ത് ആ പാർട്ടിയിൽ ഒരു സുനാപ്പി കേശം ഉണ്ടാക്കിക്കൊണ്ടുപോവാ. ഇവന് നന്നായിട്ട് അറിയാം സംഖ്യ ആയി കഴിഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവൻ അതിനെതിരെ പറഞ്ഞത്. പക്ഷെ അത് കൈവിട്ടുപോയി. എന്ത് വിഷയത്തിലും ഭയങ്കരമായ ഗ്രാഹ്യമുള്ള അത്രയും നോളജബിളായ എൻസൈക്ലോപീഡിയാണ് അഖിൽ അണ്ണൻ. അണ്ണ ആദ്യം ആരായിരുന്ന വാലെടുത്ത് കള അണ്ണ, എന്നിട്ട് വന്ന് കൊണ പറ ഞങ്ങൾ കേട്ടോണ്ടിരിക്കാം. അണ്ണനങ്ങ് തള്ളി മറിക്കല്ലേ. പിന്നെ വേടൻ്റെ റേപ്പ് കേസ് അണ്ണനെന്ന് തെളിയിക്കും. അണ്ണൻ ചെയ്ത കണക്കുള്ള വൃത്തികേടൊന്നും അവൻ ചെയ്തിട്ടില്ല. 9 ഗ്രാമോ 6 ഗ്രാമോ കഞ്ചാവ് കയ്യിലിരുന്ന് അതിന് അവൻ മാപ്പും പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക്. 9 10 ആളുകൾ ഇരിക്കുന്ന ഒരു കൂട്ടായ്മയിൽ അവൻ്റെ കൈവശം വെച്ചിരുന്ന ഒരു സംഗതി അതല്ലേ. അതിനേക്കാൾ വലിയ ക്രൈം ചെയ്തിട്ട് ഇവിടെ ആളുകൾ തേരാപ്പാര നടക്കുന്നു. ചെയ്ത ക്രൈം ഏറ്റുകൊണ്ട് ജയിലിൽ പോയി അവിടുന്ന് ജാമ്യം എടുത്ത് പുറത്തു വന്ന് നിന്നുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ്, ഇനി ആവർത്തിക്കില്ല എന്ന് സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ് മാപ്പപേക്ഷിച്ച വേടൻ എവിടെ നിൽക്കുന്നു? നീ എവിടെ നിൽക്കുന്നു? വെച്ചിട്ട് പോടാ, ചുമ്മാ വേടനെ ഉണ്ടാകാതെ നാണല്ലേടാ നിനക്ക്. അവൻ പറഞ്ഞത് നിനക്കൊക്കെ നെഞ്ചിക്കൊള്ളുന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ തമ്പുരാനിസമാണ് വെളിയിലേക്ക് വരുന്നത്. പാണനല്ല, പറയനല്ല, പെലയനല്ല, തമ്പുരാനല്ല. അഖിൽ മാരാരെ നീ അതാണെങ്കിൽ അല്ല. ഇത്രയേ ഉള്ളൂ.